US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിലുള്ള പോര് അടുത്ത ഘട്ടത്തിലേക്ക്. രണ്ടുപേരും വഴിപിരിയാൻ കാരണമായ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയാൽ താൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് മസ്ക് രംഗത്തെത്തി. അമേരിക്കയ്ക്ക് ഡെമോക്രാറ്റിക് പബ്ലിക് പാർട്ടികളല്ലാതെ ഒരു ബദൽ പാർട്ടി വേണമെന്നും എങ്കിലേ ജനങ്ങൾക്ക് ശബ്ദിക്കാനാകുമെന്നും മസ്ക് പറഞ്ഞു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കടം അടിമത്ത ബിൽ എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെ കടമുയർത്തുന്ന ഈ ബില്ലിനെതിരെ പ്രതിനിധികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാനാകുമെന്നാണ് മസ്ക് ചോദിക്കുന്നത്. നേരത്തെ ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരിക്കുന്ന സമയത്ത് തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് മസ്ക് സൂചിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച അഭിപ്രായ സർവേയും നടത്തിയിരുന്നു. ഉടൻ നിയമമായേക്കാവുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ തട്ടിയാണ് ട്രംപ് മസ്ക് ബന്ധം ഉലഞ്ഞത്. ബില്ലിനെ ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുന്ന വെറുപ്പുളവാക്കുന്ന മ്ലേച്ഛത എന്നായിരുന്നു മസ്ക് വിശേഷിപ്പിച്ചിരുന്നത്. തന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഭാഗമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നിയമനിർമ്മാണത്തെ കണക്കാക്കുന്നത്. തുടർന്ന് ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗികാരോപണ കേസുമായി ട്രംപിനെ ബന്ധപ്പെടുത്തി മസ്ക് രംഗത്ത് വന്നിരുന്നു. ഇരുവരും പരസ്പരം രൂക്ഷമായ വാഗ്വാദത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു മസ്ക്. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് $250 മില്യൺ മസ്ക് സംഭാവന നൽകിയിരുന്നു. ട്രംപ് അധികാരത്തിനെത്തിയതിനു പിന്നാലെ ചെലവ് ചുരുക്കുന്നതിനായി രൂപപ്പെടുത്തിയ ഡോജിന്റെ മുഖ്യ ചുമതലക്കാരനായി മസ്കിനെ നിയമിച്ചിരുന്നു. തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ അടക്കമുള്ള മസ്കിന്റെ പരിഷ്കാരങ്ങൾ വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മസ്ക് ഡോജിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു. മസ്ക് വിമർശനം കടുപ്പിച്ചതിനു പിന്നാലെ മറുപടിയായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സർക്കാർ സബ്സിഡികൾ ലഭിച്ചിരുന്നില്ലെങ്കിൽ മസ്കിന് കടയും പൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സിഡികൾ മസ്കിന് ലഭിച്ചിട്ടുണ്ടെന്നും സ്വയം പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും ട്രംപ് വിമർശിച്ചു. എന്നാൽ ഇപ്പോൾ മസ്ക് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. വിവാദ ബിൽ പാസാക്കിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് മസ്ക്.